next definition, orthogonal complement. And if U is a subset of a vector space V, then the orthogonal complement of U is denoted by like this, and which is the set of all vectors in V that are orthogonal to every vector in U. നമ്മൾ വെക്റ്റർ സ്പേസ് വിയുടെ ഒരു സബ്സെറ്റ് കൺസിഡർ ചെയ്യാണ്. ഈ സബ്സെറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഈ ഒരു സിമ്പിൾ വെച്ചിട്ടാണ്. ഇനി ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ് ഓഫ് യു എന്ന് പറയുന്നത് ആക്ച്വലി ദി സെറ്റ് ഓഫ് ഓൾ വെക്റ്റേഴ്സ് ഇൻ വി ദാറ്റ് ആർ ഓർത്തോഗണൽ ടു എവറി വെക്റ്റർ ഇൻ യു. ഈ വി എന്ന് പറയുന്ന വെക്റ്റർ സ്പേസും യു എന്ന് പറയുന്ന സബ്സെറ്റിലെയും വെക്റ്റേഴ്സ് തമ്മിൽ ഏതൊക്കെ വെക്റ്റേഴ്സാണ് ഓർത്തോഗണൽ ആയിട്ടുള്ളത്? ഓക്കെ, യുവിലെ വെക്റ്റേഴ്സും വിയിലെ വെക്റ്റേഴ്സും തമ്മിൽ ഓർത്തോഗണൽ ആയിട്ടുള്ള വെക്റ്റേഴ്സ് ഏതൊക്കെയാണോ അതിൻ്റെ കളക്ഷനാണ് ആക്ച്വലി ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സെറ്റ് ഓഫ് ഓൾ വി എലമെൻറ്റ് ഓഫ് യു സച്ച് ദാറ്റ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി യു വിൽ ബി ഈക്വൽ ടു 0 ഫോർ എവരി യു എലമെൻറ്റ് ഓഫ് യു. ഇത് വി ആണ്. Orthogonal will be equal to v element of v such that inner product of vu equal to 0 for every u element of v. അപ്പോൾ ഒരു വെക്റ്റർ സ്പേസിൻ്റെ സബ്സെറ്റും, അതായത് ആ സബ്സെറ്റിലെയും വെക്റ്റർ സ്പേസ് വിയിലെയും എലമെൻറ്റ്സ് വെച്ചിട്ട് ഏതൊക്കെ എലമെൻറ്റ്സ് ആണ് ഓർത്തോഗണൽ ആയിട്ടുള്ളത് അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടിയുള്ള കളക്ഷനെയാണ് നമ്മൾ ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ് ഓഫ് യു എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ബേസിസിലുള്ള കുറച്ച് റിസൾട്ടുകൾ നോക്കാം. If U is a subset of V, then U orthogonal will also be a subset of V. അപ്പോൾ V U ഒരു വെക്റ്റർ സ്പേസിൻ്റെ സബ്സെറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റും ആ വെക്റ്റർ സ്പേസിൻ്റെ തന്നെ സബ്സെറ്റ് ആയിരിക്കും. ഇനി സീറോ സ്പേസിൻ്റെ ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് വെക്റ്റർ സ്പേസ് വി ആയിരിക്കും. അതുപോലെ തന്നെ വിയുടെ ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് സെറ്റ് 0 ആയിരിക്കും. And if U is a subset of V, then U intersection U orthogonal will be a subset of set 0. If U and W are subset of V and U subset of W, then W orthogonal will be subset of U orthogonal. The next result, suppose U is a finite dimensional subspace of V, then V will be equal to U direct sum U orthogonal. Suppose V is a finite dimensional vector space and U is a subspace of V, then the dimension of U orthogonal will be equal to dimension of V minus dimension of U. And suppose U is a finite dimensional subspace of U, then U will be equal to U orthogonal. അതായത് ഒരു സബ്സ്പേസിൻ്റെ ഓർത്തോഗണൽ എടുത്തു, അതിൻ്റെ പിന്നെയും ഓർത്തോഗണൽ എടുക്കാൻ നമുക്ക് ആ സബ്സ്പേസ് തന്നെയായിരിക്കും കിട്ടുക. അപ്പോൾ നമ്മൾ -1 2 raised to -1 all raised to -1 എന്ന് പറയുമ്പോൾ എന്ത് തന്നെയാണ് വരുന്നത്? 2 തന്നെയല്ലേ വരുന്നത്? അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് അഡ്ജോയിൻറ്റ്. ഒരു ഓപ്പറേറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്ജോയിൻറ്റിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ടി സ്റ്റാർ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. സപ്പോസ് ടി എലമെൻറ്റ് ഓഫ് എൽ ഓഫ് വി ഡബ്ല്യു, ദി അഡ്ജോയിൻറ്റ് ഓഫ് ടി ഈസ് എ ഫംഗ്ഷൻ is defining from W to V such that inner product of TVW will be equal to inner product of V T star W for every V element of V and W element of W. അപ്പോൾ നമ്മളൊരു ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്യാണ് ഫ്രം ദി വെക്റ്റർ സ്പേസ് V to W. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അഡ്ജോയിൻ്റ് എന്ന് പറയുന്നത് റിവേഴ്സ് ആയിരിക്കും. ഇപ്പോൾ ടി വി ടു ഡബ്ല്യു ആണെങ്കിൽ ടി സ്റ്റാർ എന്ന് പറയുന്നത് ഡബ്ല്യു ടു വി ആയിരിക്കും. ആൻഡ് സാറ്റിസ്ഫൈസ് ദി കണ്ടീഷൻ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ടി വി ഡബ്ല്യു വിൽ ബി ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി ടി സ്റ്റാർ ഡബ്ല്യു. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഡിഫൈൻ ടി ഫ്രം R3 to R2 ഡിഫൈൻഡ് ബൈ ടി ഓഫ് x1 x2 x3 വിൽ ബി ഈക്വൽ ടു x2 + 3x3, 2x1. അപ്പോൾ ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെ ഡിഫൈൻ ചെയ്തേക്കുന്നത് R3യിൽ നിന്ന് R2ലോട്ടാണ്. അപ്പോൾ നമ്മുടെ ടി സ്റ്റാർ എന്നുള്ളത് എങ്ങോട്ടായിരിക്കും? R2വിൽ നിന്ന് R3ലോട്ടായിരിക്കും. ഓക്കെ, നമുക്ക് ആ ടി സ്റ്റാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെഫിനിഷൻ എന്താണെന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ലെറ്റ് W is equal to y1 y2 element of R2 and let V is equal to some x1 x2 x3 element of R3. Then adjoint operator ആവാനുള്ള കണ്ടീഷൻ എന്താ? inner product of TVW will be equal to inner product of V T star W. അപ്പോൾ നമ്മൾ ഈ സൈഡ് എടുത്തിട്ട് ഇതിൽ നിന്ന് ടി സ്റ്റാർ ഡബ്ല്യുവിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി ടി സ്റ്റാർ ഡബ്ല്യു, വി എന്ന് പറയുന്നത് എന്താ? x1 x2 x3 ആൻഡ് ഡബ്ല്യു എന്ന് പറയുന്നത് y1 y2. ഇനി
ഇതിപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലോ, അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇത് അപ്ലൈ ചെയ്യാം. ഈ ഫോമുലയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിപ്പോൾ ഇവിടെ കിടക്കുന്നത് വി ടി സ്റ്റാർ ഡബ്ല്യു എന്നാണ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ടി വി ഡബ്ല്യു എന്ന് എഴുതിക്കൂടെ. അപ്പോൾ ഇവിടുത്തെ ഈ ടി സ്റ്റാർ ഫസ്റ്റ് സ്ലോട്ടിലോട്ട് വരുമ്പോൾ അത് ടി ആയിട്ട് മാറും. ടി ഓഫ് x1 x2 x3 y1 y2 എന്നാവും. ഓക്കെ, ഈ ഫോമുലയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ടി ഓഫ് x1 x2 x3 എന്താണെന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. x2 + 3x2 x3 2x1. ദെൻ ഇതിനതുപോലെ തന്നെ എഴുതി. ദെൻ രണ്ട് യൂക്ലിഡിയൻ, ഇപ്പോൾ നമുക്ക് യൂക്ലിഡിയൻ സ്പേസിലെ വെക്റ്റേഴ്സ് ആയില്ലേ, യൂക്ലിഡിയൻ സ്പേസ് ഓഫ് 2 ഡയമെൻഷനിലെ വെക്റ്റേഴ്സ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റ്, ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കറസ്പോണ്ടിങ് കോർഡിനേറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ x2 + 3x3 × y1 + 2x1 × y2. ഇനി ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടും x2 y1 + 3x3 y1 + 2x1 y2. ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? x2 × y1 + x3 × 3y1 + x1 × 2y1. ഇപ്പോൾ ഇതിനെ ഒന്നും കൂടി പ്രൊഡക്റ്റ് ആക്കിയിട്ട്, അതായത് ഈ ഇതെന്ന് പറയുന്നത് ഇക്വലൻ്റ് അല്ലേ, x1 x2 x3 മാറ്റി എഴുതി. ആൻഡ് 2y1 y1 3y1. ആ ഒരു ഓർഡർ എഴുതാൻ കാരണം x1ൻ്റെ കൂടെ വരേണ്ടത് 2y1 ആണ്. ഓക്കെ, അപ്പോൾ x1 × 2y1 + x2ൻ്റെ കൂടെ അഗെയിൻ വന്നേക്കുന്നത് y1 ആണ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. x2 × y1 + x3 × 3y1. ഒരു അറേഞ്ച്മെൻറ്റിൽ എഴുതാണ് നമുക്ക്, ആ ഒരു ഫോമാറ്റിലോട്ട് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട്. ഇന്നർ പ്രൊഡക്റ്റ് ആയിട്ട് x1 x2 x3 ഇവിടെ വരുന്നതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുക. 2y1 y1 3y1. സോ ഇതിപ്പോൾ എന്തായി? ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് x1 x2 x3 t star of y1 y2 ഈസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് x1 x2 x3 2y1 y1 3y1. ഇപ്പോൾ രണ്ട് ഇന്നർ പ്രൊഡക്റ്റ് ഈക്വലൻ്റ് ആവണമെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് വെക്റ്റേഴ്സ് ഈക്വൽ ആകുമ്പോഴാണ്. ഇവിടുത്തെ ഫസ്റ്റത്തെ വെക്റ്റേഴ്സ് ഈക്വൽ ആണ്. ദെൻ സെക്കൻഡ് വെക്റ്റേഴ്സ് വിൽ ബി ഓൾസോ ഈക്വൽ. ദെൻ വി ക്യാൻ സേ ദാറ്റ് t star of y1 y2 will be equal to t star of y1 y2 will be equal to 2y1 y1 3y1. ഇങ്ങനെയാണ് പ്രോബ്ലം കണ്ടുപിടിക്കുന്നത്. Next, if T is an element of L of VW, then T star is an element of L of WV. അതായത് ഈ ടി എന്ന് പറയുന്ന ഓപ്പറേറ്റർ, ടി എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷൻ ലീനിയർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അഡ്ജോയിൻ്റ് ആയിട്ടുള്ള ടി സ്റ്റാർ എന്ന് പറയുന്നതും ഒരു ലീനിയർ ആയിരിക്കും, ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. ഡിഫൈനിങ് ഫ്രം W to V ആണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. Okay, so suppose T is a linear transformation defining from V to W. Fix some W1 and W2 element of W. We need to prove that T star is a function from transformation from W to V is a linear map. A linear map ആണെന്ന് കാണിക്കാനുള്ള കണ്ടീഷൻ എന്താ? Additivity and homogeneity. അപ്പോൾ T star of W1 plus W2 equal to T star of W1 plus T star of W2 എന്നും പ്രൂവ് ചെയ്യണം. T star of lambda W is equal to lambda into T star of W ആണെന്നും പ്രൂവ് ചെയ്യണം. നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റത്തെ കേസ് ആണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ ഇഫ് V element of V, then we can written as inner product of V T star of W1 W2 will be equal to ഈ ടി സ്റ്റാറിനെ ലെഫ്റ്റ് സൈഡിലോട്ട് എടുക്കുക. അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ ആണല്ലോ ടി എന്നുള്ളത്. അപ്പോൾ ഈ കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് ഇവിടുത്തെ ടി സ്റ്റാറിനെ ഫസ്റ്റ് സ്ലോട്ടിലോട്ട് മാറ്റുമ്പോൾ അതെന്താവും? ടി ആയിട്ട് മാറും. ടി വി W1 W2. ദെൻ ഇതിന് ഇന്നർ പ്രൊഡക്റ്റിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്ക് രണ്ട് ഇന്നർ പ്രൊഡക്റ്റിൻ്റെ സമ്മായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ inner product of TV W1 plus inner product of TV W2. Okay, then ഈ ഫസ്റ്റ് സ്ലോട്ടിലെ ടീനെ എല്ലാം നമ്മൾ സെക്കൻഡ് സ്ലോട്ടിലോട്ട് മാറ്റുകയാണ്. അഗെയിൻ യൂസിങ് ദി സെയിം ഫോർമുല ഓഫ് ദി ഓപ്പറേറ്റർ അഡ്ജോയിൻ്റ് ട്രാൻസ്ഫോർമേഷൻ. ദെൻ ഈ ടീനെ അപ്പുറത്തോട്ട് സെക്കൻഡ് സ്ലോട്ട് മാറ്റുമ്പോൾ എന്താവും? അത് ടി സ്റ്റാർ ആവും. അപ്പോൾ വി ടി സ്റ്റാർ W1 പ്ലസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി ടി സ്റ്റാർ W2. ദെൻ ഫസ്റ്റ് ഇപ്പോൾ രണ്ട് ഇന്നർ പ്രൊഡക്റ്റിൻ്റെ സമ്മായിട്ട് നമുക്ക് കിട്ടി വിത്ത് ഹാവിങ് ഫസ്റ്റ് എലമെൻറ്റ് ഇൻ ദി സ്ലോട്ട് ഈസ് സെയിം. സോ വി ക്യാൻ റിട്ടേൺ ഇറ്റ് ടു ബി ആസ് സെക്കൻഡ് സ്ലോട്ടിലെ എലമെൻറ്റ്സ് എന്ത് വരും? രണ്ട് വെക്റ്റേഴ്സിൻ്റെ സെക്കൻഡ് ആ സ്ലോട്ടിലെ വെക്റ്റേഴ്സിൻ്റെ സമ്മായിട്ട് എഴുതാം. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി ടി സ്റ്റാർ ഓഫ് W1 പ്ലസ് ടി സ്റ്റാർ ഓഫ് W2. നമ്മളിത് തമ്മിലൊന്ന് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ രണ്ട് ഇന്നർ പ്രൊഡക്റ്റും ഈക്വൽ ആണ്. ഫസ്റ്റത്തെ സ്ലോട്ട് ഈക്വൽ ആണെങ്കിൽ സെക്കൻഡ് സ്ലോട്ടിലെ വെക്റ്റേഴ്സും ഈക്വൽ ആയിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് ടി സ്റ്റാർ ഓഫ് W1 പ്ലസ് W2 ഈക്വൽ ടു ടി സ്റ്റാർ ഓഫ് W1 പ്ലസ് ടി സ്റ്റാർ ഓഫ് W2. ഓക്കെ, അപ്പോൾ അഡിറ്റിവിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി പ്രൂവ് ചെയ്യാനുള്ളത് ഹോമോജിനിറ്റി കണ്ടീഷൻ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട്
Fix some W element of vector space W and lambda be a scalar from the field F. And if V element of V, then inner product of V T star of lambda W. അത് കൺസിഡർ ചെയ്യാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് എന്ത് വരും? ഇതിന് നമുക്ക് ഈ ടി സ്റ്റാറിനെ ലെഫ്റ്റ് സൈഡിലോട്ട് മാറ്റണം. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ടി വി ലാംഡ ഡബ്ല്യു എന്ന് തോന്നുന്നു. ഇനി ഈ ലാംഡേനെ ഔട്ട് സൈഡ് എടുക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് സ്ലോട്ടിൽ നിന്ന് ഒരു സ്കെയിലാറിനെ ഔട്ട് സൈഡ് എടുക്കുമ്പോൾ എന്ത് വരും? അതിൻ്റെ കോൺജുഗേറ്റ് ആയിരിക്കും ഔട്ട് സൈഡ് വരിക. അപ്പോൾ കോൺജുഗേറ്റ് ഓഫ് ടി വി ഡബ്ല്യു. ദെൻ ഈ ടി എന്നുള്ളതിനെ നമ്മൾ സെക്കൻഡ് സ്ലോട്ടിലോട്ട് മാറ്റാണ് ബൈ യൂസിങ് ദി അഡ്ജോയിൻറ്റ് പ്രോപ്പർട്ടി. ദെൻ വി ടി സ്റ്റാർ ഡബ്ല്യു. ദെൻ ഈ ലാംഡേനെ നമ്മൾ അഗെയിൻ ആ ബ്രാക്കറ്റിൻ്റെ ഇന്നർ പ്രൊഡക്റ്റിൻ്റെ അകത്തോട്ട് എടുക്കുകയാണ്. അപ്പോൾ അതെന്താവും? കോൺജുഗേറ്റ് ഉള്ളിലോട്ട് സെക്കൻഡ് സ്ലോട്ടിൽ പോകുമ്പോൾ കോൺജുഗേറ്റ് മാറിയിട്ട് വി inner product of V lambda T star W. Again equating these two inner product, we get T star of lambda W will be equal to lambda into T star of W. Thus this scalar property also satisfied. Hence T star is a linear map defining from W to V. അടുത്തത് കോൺജുഗേറ്റ് ട്രാൻസ്പോസ്. ദി കോൺജുഗേറ്റ് ട്രാൻസ്പോസ് ഓഫ് ആൻ m by n matrix is the n by m matrix obtained by interchanging the rows and columns and then taking the conjugate of each entry. അപ്പോൾ ഒരു മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസ്പോസ് എന്താണെന്ന് അറിയാം. ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ എന്താ? കോളത്തിനെ റോയാക്കുക, റോയിനെ കോളാക്കി എഴുതുന്നത്. ഇനി കോൺജുഗേറ്റ് ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ ആ നമ്മൾ എടുക്കുന്ന ആ എലമെൻറ്റ്സ്, ആ തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ വെക്ടേഴ്സ്, ആ ഓരോ എൻട്രീസിൻ്റെയും കോൺജുഗേറ്റും കൂടി എടുക്കണം. ഓക്കെ, ഇപ്പോൾ റിയൽ നമ്പറിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ റിയൽ നമ്പർ തന്നെയായിരിക്കും. കോംപ്ലക്സ് ആകുമ്പോൾ എന്തൊരു ഇമാജിനറി പാർട്ട് നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആക്കുക, പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആക്കുക. അപ്പോൾ അതാണ് കോൺജുഗേറ്റ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ഇത് തന്നിരിക്കുന്നത് 2/3 മെട്രിക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ അത് എന്താവും? 3/2 മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ ഇതിനെല്ലാത്തിനെയും കൂടി ഈ ഫസ്റ്റത്തെ റോയിനെ കോളമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. ആ വെക്റ്റേഴ്സിന് എന്ത് മാറ്റം, എലമെൻറ്റ്സിന് എന്ത് മാറ്റം വരുത്തുക? അതിൻ്റെ കോൺജുഗേറ്റ് ആയിരിക്കണം ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ 2ൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ 2 തന്നെയാണ്. 3 + 4i കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ എന്തൊരു? ഇവിടുത്തെ പ്ലസ് മൈനസ് ആവും. അപ്പോൾ 3 - 4i. 7ൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ 7 തന്നെ വരും. ദെൻ സെക്കൻഡ് കോളത്തിനെ സെക്കൻഡ് റോയിനെ സെക്കൻഡ് കോളമായിട്ട് റീപ്ലേസ് ചെയ്യുക. 6 തന്നെ വരും, 5 തന്നെ വരും. 8i എന്നുള്ളതിന് എന്താവും? അതിൻ്റെ കോൺജുഗേറ്റ് എടുക്കുക, -8. സോ ഇതാണ് ഒരു മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോൺജുഗേറ്റ് ട്രാൻസ്പോസ്. Next one is self-adjoint. An operator T element of L of E is called a self-adjoint if T is equal to T star. In other words, T is an element of L of E self-adjoint if and only if inner product of TVW will be equal to inner product of VTW. അതായത് നമ്മളിപ്പോൾ അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ എന്താണെന്ന് പറഞ്ഞു, അഡ്ജോയിൻ്റ് ട്രാൻസ്ഫോർമേഷൻ എന്താണെന്ന് പറഞ്ഞു. ഇനി സെൽഫ് അഡ്ജോയിൻ്റ് എന്ന് പറയുമ്പോൾ ആ ടിയുടെ വാല്യൂ വിൽ ബി ഈക്വൽ ടു ടി സ്റ്റാർ. അതായത് ആ ടി എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷൻ അതിൻ്റെ, അല്ലെങ്കിൽ ആ ടി എന്ന് പറയുന്ന ഓപ്പറേറ്റർ അതിൻ്റെ അഡ്ജോയിൻറ്റിനോട് ഈക്വലൻ്റ് ആയിരിക്കും. ടി ഈക്വൽ ടു ടി സ്റ്റാർ ആയിരിക്കും. അപ്പോൾ ടി ഈക്വൽ ടു ടി സ്റ്റാർ ആയതുകൊണ്ട് ആക്ച്വലി അഡ്ജോയിൻറ്റിൻ്റെ ഡെഫിനേഷൻ എന്താ? ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ടി വി ഡബ്ല്യു ഈക്വൽ ടു വി ടി സ്റ്റാർ ഡബ്ല്യു എന്നുള്ളത്. ടി ഈക്വൽ ടു ടി സ്റ്റാർ ആയതുകൊണ്ടാണ് ഇവിടെ ടി തന്നെ വരുന്നത്. സോ ഇതാണ് സെൽഫ് അഡ്ജോയിൻറ്റിൻ്റെ കണ്ടീഷൻ. ഇനി ഒരു മെട്രിക്സ് തന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്ജോയിൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എം ഓഫ് ടി എന്ന് പറയുന്നത് 2 1 3 2 ആണെങ്കിൽ അതിൻ്റെ അഡ്ജോയിൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ട്രാൻസ്പോസ് ആയിരിക്കും. അപ്പോൾ 2 1 3 2 എന്ന് വരും മെട്രിക്സ് ഓഫ് ടി സ്റ്റാർ എന്നുള്ളത്. Next, normal. An operator of on an inner product space is called normal if it commutes with its adjoint. ഒരു നോർമൽ ഓപ്പറേറ്ററിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസിലാണ്. ഇനി ഒരു ഓപ്പറേറ്റർ എന്ന് പറയുന്നത്, ഓപ്പറേറ്റർ ടി എന്ന് പറയുന്നത് നോർമൽ ആവാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ടി സ്റ്റാർ വിൽ ബി ഈക്വൽ ടു ടി സ്റ്റാർ ടി ആയിരിക്കും. അത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അഡ്ജോയിൻറ്റും ഒരു ഓപ്പറേറ്ററും അതിൻ്റെ അഡ്ജോയിൻറ്റ് ഓപ്പറേറ്ററും അത് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ നോർമൽ എന്ന് പറയുന്നത്. അപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ടി സ്റ്റാർ വിൽ be equal to T star T. ഒരു പ്രോബ്ലം വെച്ചിട്ട് നോക്കാം. Let T be an operator defined on F2 whose matrix with respect to the standard basis is 2 - 3 3 2. Show that T is not self-adjoint and T is normal. നമുക്കൊരു ഓപ്പറേറ്റർ F2 ഒരു ഓപ്പറേറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ വിത്ത് റെസ്പെക്ട് ടു ദി സ്റ്റാൻഡേർഡ് ബേസിസ് ഓഫ് F2 എന്താണെന്ന് തന്നിട്ടുണ്ട്. 2 - 3 3 2. അങ്ങനെയാണെങ്കിൽ ടി എന്ന് പറയുന്നത് സെൽഫ് അഡ്ജോയിൻ്റ് അല്ലാന്നും കാണിക്കണം, ടി എന്ന് പറയുന്നത് നോർമൽ ആണെന്നും കാണിക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോർമൽ കണ്ടീഷൻ നോക്കാം. അപ്പോൾ ടി ഈക്വൽ ടു 2 - 3 3 2 ആണെങ്കിൽ ടി സ്റ്റാർ എന്നുള്ളത് എന്തായിരിക്കും? അതിൻ്റെ ട്രാൻസ്പോസ് ആയിരിക്കും. അപ്പോൾ 2 - 3 3 2 എന്ന് വരും. റോയിനെ കോളാക്കുക, കോളത്തിന് റോയാക്കാം.
ദെൻ ടി ഇൻറ്റു ടി സ്റ്റാർ കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ജസ്റ്റ് അതിനൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ റോ ഇൻറ്റു കോളം വെച്ച് സോ ടി സ്റ്റാർ എന്നുള്ളത് 13,0,0,13 എന്ന് വരും. ഇനി ടി സ്റ്റാർ ടി എന്ന് പറയുമ്പോൾ ടി സ്റ്റാർ ഇൻറ്റു ഈ ടി എന്നുള്ള മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുക. എഗെയിൻ നമുക്ക് 13,0,0,13 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ടി സ്റ്റാർ ഈസ് ഈക്വൽ ടു ടി സ്റ്റാർ ടി ആണ്. ഹെൻസ് വി ക്യാൻ സേ ദാറ്റ് ദി ഓപ്പറേറ്റർ ടി ഈസ് നോർമൽ. ഇനി സെൽഫ് അഡ്ജോയിൻ്റ് ആവാനുള്ള കണ്ടീഷൻ എന്താ? ടി ഈക്വൽ ടു ടി സ്റ്റാർ ആയിരിക്കണം. നമ്മളിവിടെ ടിയും കാൽക്കുലേറ്റ് ചെയ്തു, ടി സ്റ്റാറും കാൽക്കുലേറ്റ് ചെയ്തു. ഇത് രണ്ടും സെയിം അല്ലല്ലോ, രണ്ട് മെട്രിക്സും സെയിം അല്ലാത്തതുകൊണ്ട് ടി ഈസ് നോട്ട് ഈക്വൽ ടു ടി സ്റ്റാർ. ഹെൻസ് ദി ടി ഓപ്പറേറ്റർ ടി ഈസ് നോട്ട് സെൽഫ് അഡ്ജോയിൻറ്റ്. സെൽഫ് അഡ്ജോയിൻ്റ് ആയിരുന്നെങ്കിൽ ടി ഈക്വൽ ടു ടി സ്റ്റാർ എന്ന് കിട്ടിയേനെ. ഈ രണ്ട് ഇമ്പോർട്ടൻറ്റ് തിയറം ആണ്. തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം നമുക്കുള്ളൂ പഠിക്കാനായിട്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് നോക്കാം. കോംപ്ലെക്സ് സ്പെക്ട്രൽ തിയറം. തിയറത്തിൻ്റെ പേരാണ് കോംപ്ലെക്സ് സ്പെക്ട്രൽ തിയറം. Suppose f is equal to z and t is an element of L of V, then the following conditions are equivalent. First condition, t is normal. Second condition, V has an orthonormal basis consisting of eigenvectors of t. And t has a diagonal matrix with respect to some orthonormal basis of V. നമ്മൾ എടുക്കുന്ന ഫീൽഡ് സി ആയതുകൊണ്ടാണ്, സി എന്ന് ഉദ്ദേശിക്കുന്നത് കോംപ്ലെക്സ് ആയതുകൊണ്ടാണ് ഈ തിയറത്തിനെ കോംപ്ലെക്സ് സ്പെക്ട്രൽ തിയറം എന്ന് പറയുന്നത്. ദെൻ വി ആർ ഡിഫൈനിങ് ആൻ ഓപ്പറേറ്റർ ടി ഫ്രം വെക്റ്റർ സ്പേസ് വി ടു വി. ദെൻ ദീസ് ത്രീ കണ്ടീഷൻസ് ആർ ഇക്വലൻ്റ്. എടുക്കുന്ന ടി എന്ന് പറയുന്നത് ആ ഓപ്പറേറ്റർ നോർമൽ ആണെന്നുണ്ടെങ്കിൽ ആ വെക്റ്റർ സ്പേസ് വിക്ക് ഒരു ഓർത്തോനോർമൽ ബേസിസ് ഉണ്ടാകും കൺസിസ്റ്റിംഗ് ഓഫ് ദി വെക്റ്റേഴ്സ് ഓഫ് ഈഗൻ വെക്റ്റേഴ്സ് ഓഫ് ടി. And this condition is equivalent to t has a diagonal matrix with respect to some orthonormal basis of V. അപ്പോൾ ഈ മൂന്ന് കണ്ടീഷൻസും ഈക്വലൻ്റ് ആണ്. അതാണ് കോംപ്ലെക്സ് സ്പെക്ട്രൽ തിയറം പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് എ റിയൽ സ്പെക്ട്രൽ തിയറം. റിയൽ സ്പെക്ട്രൽ തിയറം എന്ന് പറയുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. കോംപ്ലെക്സ് സ്പെക്ട്രൽ തിയറത്തിൽ നിന്നും കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ഫീൽഡ് എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. സെയിം ടി ഈസ് ആൻ ഓപ്പറേറ്റർ ഡിഫൈനിങ് ഫ്രം വെക്റ്റർ സ്പേസ് വി ടു വി. ദെൻ ദി ഫോളോയിങ് ത്രീ കണ്ടീഷൻസ് ആർ ഈക്വലൻ്റ്. ഇവിടെ കോംപ്ലെക്സ് സ്പെക്ട്രത്തിൽ ടി ഈസ് നോർമൽ എന്ന് പറയുമ്പോൾ ഇവിടെ ടി ഈസ് സെൽഫ് അഡ്ജോയിൻ്റ് എന്നുള്ളതാണ് കണ്ടീഷൻ. ആൻഡ് വി ഹാസ് ആൻ ഓർത്തോനോർമൽ ബേസിസ് കൺസിസ്റ്റിംഗ് ഓഫ് ഈഗൻ വെക്റ്റേഴ്സ് ഓഫ് ടി. സെക്കൻഡ് കണ്ടീഷൻ സെയിം തന്നെയാണ്. തേർഡ് കണ്ടീഷൻ, ടി ഹാസ് എ ഡയഗണൽ മെട്രിക്സ് വിത്ത് റെസ്പെക്ട് ടു സം ഓർത്തോനോർമൽ ബേസിസ് ഓഫ് വി. ലാസ്റ്റ് ടു കണ്ടീഷൻസ് ബി സി കണ്ടീഷൻസ് കോംപ്ലെക്സ് സ്പെക്ട്രൽ തിയറത്തിലും റിയൽ സ്പെക്ട്രൽ തിയറത്തിലും സെയിം തന്നെയാണ്. ഫസ്റ്റത്തെ കണ്ടീഷൻ മാത്രമാണ് വ്യത്യാസമുള്ളത്. കോംപ്ലെക്സ് സ്പെക്ട്രൽ തിയറം എന്ന് പറയുമ്പോൾ ഫീൽഡ് കോംപ്ലെക്സ് നമ്പേഴ്സ് ആയിരിക്കും, അതായത് സ്കെയിലാസ് കോംപ്ലെക്സ് നമ്പേഴ്സ് ആയിരിക്കും. ടി എന്ന് പറയുന്നത് നോർമൽ ആയിരിക്കും. സെക്കൻഡ് റിയൽ എന്ന് പറയുമ്പോൾ അവിടുത്തെ ഫീൽഡ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ആൻഡ് ടി സെൽഫ് അഡ്ജോയിൻ്റ് ആയിരിക്കും. ഓക്കെ, അതാണ് വ്യത്യാസം. ബാക്കി ടു കണ്ടീഷൻസ് ഈക്വലൻ്റ്. അപ്പോൾ ഈ മൂന്ന് കണ്ടീഷൻസും ഈക്വലൻ്റ് ആയിരിക്കും റിയൽ സ്പെക്ട്രൽ തിയറത്തിൽ. Then next one is an definition. Positive operator. An operator t element of L of V is called positive if t is self-adjoint and inner product of tv v is greater than or equal to 0. ഒരു ഓപ്പറേറ്റർ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതിനെ പോസിറ്റീവ് ഓപ്പറേറ്റർ എന്ന് പറയണമെങ്കിൽ അതെന്തായാലും ഒരു സെൽഫ് അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ ആയിരിക്കണം. ഓക്കെ, ആൻഡ് സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ടി വി വി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സെൽഫ് അഡ്ജോയിൻ്റ് ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സിനെയാണ് നമ്മൾ പോസിറ്റീവ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ദെൻ സ്ക്വയർ റൂട്ട്. ആൻ ഓപ്പറേറ്റർ ആർ ഈസ് കോൾഡ് എ സ്ക്വയർ റൂട്ട് ഓഫ് ആൻ ഓപ്പറേറ്റർ ടി ഇഫ് ആർ സ്ക്വയർ ഈക്വൽ ടു ടി. റിയൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ, അതായത് ആർ സ്ക്വയർ എന്നുള്ള വെക്റ്റർ സ്പേസ് ആ ഓപ്പറേറ്ററിനോട് ഈക്വലൻ്റ് ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ആർ ഈസ് എ സ്ക്വയർ റൂട്ട് ഓഫ് ദി ഓപ്പറേറ്റർ ടി. Then next definition, isometry. An operator S element of L of V is called an isometry if norm of SV is equal to norm V for every V element of V. That is, the operator is an isometry if it preserves norms. അതായത് നമ്മളൊരു ഓപ്പറേറ്ററിനെ ഡിഫൈൻ ചെയ്യുകയാണ്. എസ് എന്ന് പറയുന്നതാണ്, നമ്മൾ ടിക്ക് വരെ എസ് ആയിട്ട് എടുക്കുന്നു. ഓപ്പറേറ്റർ ഈസ് ഡിഫൈനിങ് ഫ്രം വെക്റ്റർ സ്പേസ് ടു വെക്റ്റർ സ്പേസ് വി ടു വി. ആൻഡ് ആ ഓപ്പറേറ്റർ എസ് എന്ന് പറയുന്നത് ഐസോമെട്രി എന്ന് പറയുന്നത് അത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. നോം ഓഫ് എസ് വിയുടെ വാല്യൂ എന്ന് പറയുന്നത് നോം വിയോട് ഈക്വലൻ്റ് ആയിരിക്കണം ഫോർ എനി വെക്റ്റർ ഫ്രം ദി വെക്റ്റർ സ്പേസ് വി. ഓക്കെ, അപ്പോൾ നമ്മൾ അതാണ് ഐസോമെട്രിയുടെ കണ്ടീഷൻ. ആ ഐസോമെട്രിയുടെ കണ്ടീഷൻ്റെ ഒരു പ്രോബ്ലം ഒന്ന് നോക്കാം. Suppose lambda 1, lambda 2, etc. lambda n are scalars with
absolute value 1 and S element of L of E satisfies S of Ej is equal to lambda j Ej for some orthonormal basis even e to extra En of V, then show that S is an isometry. S എന്ന് പറയുന്നത് ഒരു ഐസോമെട്രി ആണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? നോം ഓഫ് എസ് വി is equal to നോം വി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണ്? എസ് എന്ന് പറയുന്നത് ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണ്, ഡിഫൈനിങ് ഫ്രം ദി വെക്ടർ സ്പേസ് വി ടു വി ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ടു ബി എസ് ഇ ജെ ഈസ് ഈക്വൽ ടു ലാംഡ ജെ ഇ ജെ. അതായത് എസ് ഇ വൺ എന്ന് പറയുമ്പോൾ അപ്പോൾ എന്തോരും? ലാംഡ വൺ ഇ വൺ എന്ന് വരും. അതുപോലെ തന്നെ അപ്പോൾ ലാംഡ വൺ ലാംഡ ടു എക്സ്ട്രാ ലാംഡ എന്ന് പറയുന്നത് സ്കെയിലാസ് ആണ്, ഹാവിങ് ദി അബ്സല്യൂട്ട് വാല്യൂ 1. അതായത് മോഡുലസ് ലാംഡ വൺ എന്ന് പറയുന്നത് 1 ആണ്, മോഡുലസ് ലാംഡ ടു എന്ന് പറയുന്നത് എല്ലാം വാല്യൂസ് 1 ആണ്. ആൻഡ് ഈവൺ ഇ ടു എക്സ്ട്രാ ഇ എൻ എന്ന് പറയുന്നത് ഒരു ഓർത്തോനോമൽ ബേസിസ് ആണെന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഓർത്തോനോമൽ ബേസിസ് എന്ന് പറയുമ്പോൾ അതിനെന്താ? ആ ഓരോ വെക്റ്റേഴ്സിൻ്റെ നോം വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതായത് നോം ഓഫ് ഇ വൺ 1 ആയിരിക്കും, നോം ഓഫ് ഇ ടു 1 ആയിരിക്കും, എക്സെട്ര ആ ഒരു ടേംസ് എല്ലാം 1 ആയിരിക്കും. ഓക്കെ, ഇനി ഇത് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ഒരു റിസൾട്ടാണ്. ഈവൺ ഇ ടു എക്സ്ട്രാ ഇ എൻ എന്ന് പറയുന്നത് ഒരു ഓർത്തോനോമൽ ബേസിസ് ആണെന്നുണ്ടെങ്കിൽ എനി വെക്റ്റർ ഫ്രം ദി വെക്റ്റർ സ്പേസ് വി ക്യാൻ ബി റിട്ടൺ ആസ് ദീസ് ടു ഫോംസ്. നമ്മളൊരു റിസൾട്ടായിട്ട് എഴുതിയതായിരുന്നു. അപ്പോൾ ആ രണ്ട് ടേംസ്, ആ രണ്ട് ഇക്വേഷനാണ് നമ്മളിവിടെ ആദ്യം തന്നെ കൺസിഡർ ചെയ്യണത്. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്നും ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്നും എടുക്കുകയാണ്. ഇനി ഈ ഇക്വേഷൻ നമ്പർ 1 രണ്ട് സൈഡിൽ നമ്മുടെ ഓപ്പറേറ്റർ ആയിട്ടുള്ള എസ്സിനെ അപ്ലൈ ചെയ്യാം. അപ്പോൾ എസ് എന്ന് പറയുന്നത് ഓൾറെഡി ലീനിയർ ആണെന്ന് തന്നിട്ടുണ്ടല്ലോ. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഉള്ളിലോട്ട് എടുക്കാം. ലീനിയാരിറ്റി പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട്, അഡീഷൻ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് എല്ലാത്തിനും ഉള്ളിലോട്ട് എടുക്കാം. ഉള്ളിലോട്ട് എടുത്തിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതിയേക്കുന്നതാണ് ഇത്. ഇനി എസ് ഇ വൺ എന്ന് പറയുന്നത് എന്താണ്? എസ് ഇ ജെ എന്ന് പറയുന്നത് ലാംഡ ജെ ഇ ജെ ആയതുകൊണ്ട് എസ് ഇ വൺ എന്ന് പറയുന്നത് എന്ത് വരും? ലാംഡ വൺ ഇ വൺ എക്സെട്ര. എസ് ഇ എൻ എന്ന് പറയുന്നത് ലാംഡ എൻ ഇ എൻ എന്ന് വരും. ഈ ലാംഡ വണ്ണിനൊന്ന് ആദ്യം എഴുതുന്നതെന്നുള്ളൂ, വ്യത്യാസമൊന്നുമില്ല. ഇനി രണ്ട് സൈഡിലും നോം സ്ക്വയർ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഇവിടെ നോം സ്ക്വയർ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? എസ് വി എന്നുള്ളത് നോം ഓഫ് എസ് വി ദി ഹോൾ സ്ക്വയർ. ഇവിടെ ലാംഡ വണ്ണും ഈ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ഇ എന്ന് പറയുന്നതെല്ലാം സ്കെയിലാർ വാല്യൂസ് അല്ലേ. അപ്പോൾ അതെല്ലാം മോഡുലസിൻ്റെ സ്ക്വയർ ഫോമിലായിരിക്കും വരിക. അപ്പോൾ മോഡുലസ് ലാംഡ സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ഇ ഈവൻ ദി ഹോൾ സ്ക്വയർ പ്ലസ് ഇ വൺ എന്ന് പറയുന്നത് ബേസ് ഓർത്തോനോമൽ വെക്ടർ ആയതുകൊണ്ട് നോം ഓഫ് ഇ വൺ ഓൾ സ്ക്വയർ എന്ന് വരും. അതേ ഫോമിൽ തന്നെ nth ടേമിൻ്റെയും വരും. ഇപ്പം നമ്മൾ പറഞ്ഞു ലാംഡ വണ്ണിൻ്റെ മോഡുലസ് അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ തന്നെ ഇ വണ്ണിൻ്റെ നോം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ അതെല്ലാം അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതൊന്നും കൂടി സിംപ്ലിഫൈഡ് ആയിട്ട് കിട്ടും. നോം ഓഫ് എസ് വി ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി ഈവൻ ദി ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര മോഡുലസ് ഓഫ് വി ഇ എൻ ദി ഹോൾ സ്ക്വയർ. ഇത് നമ്മുടെ ഇതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇക്വേഷൻ നമ്പർ 2ഉം 3ഉം ഒന്ന് കമ്പയറും ചെയ്യാം. അപ്പോൾ 2വിൻ്റെ റൈറ്റ് സൈഡും 3യുടെ റൈറ്റ് സൈഡും ഈക്വൽ അല്ലേ. സോ വി ക്യാൻ സേ ദാറ്റ് ലെഫ്റ്റ് സൈഡ്സ് ആർ ഈക്വൽ. ദാറ്റ് ഈസ് നോം ഓഫ് എസ് വി ദി ഹോൾ സ്ക്വയർ വിൽ ബി ഈക്വൽ ടു നോം ഓഫ് വി സ്ക്വയർ. രണ്ടും സൈഡ് റൂട്ട് എടുക്കുകയാണെങ്കിൽ നോം ഓഫ് എസ് വി ഈക്വൽ ടു നോം വി. സോ ഐസോമെട്രിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഹെൻസ് എസ് ഈസ് ആൻ ഐസോമെട്രി. ഒരു നൊട്ടേഷനാണ് ഈ റൂട്ട് ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു ടി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഓപ്പറേറ്റർ ആണെങ്കിൽ റൂട്ട് ടി ഡിനോട്ട്സ് ദി യൂണിറ്റ് പോസിറ്റീവ് സ്ക്വയർ റൂട്ട് ഓഫ് ടി. ആ ഓപ്പറേറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു യുണീക്ക് പോസിറ്റീവ് സ്ക്വയർ റൂട്ടിനെയാണ് നമ്മൾ റൂട്ട് ടി വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഒരു നൊട്ടേഷനായിട്ടാണ് നോക്കിയാൽ മതി. ദെൻ അടുത്തൊരു തിയറമാണ്. തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. പോളാർ ഡികമ്പോസിഷൻ. സപ്പോസ് ടി ഈസ് എൻ എലമെൻറ്റ് ഓഫ് എൽ ഓഫ് വി, ദെൻ ദെർ എക്സിസ്റ്റ് ആൻ ഐസോമെട്രി എസ് എലമെൻറ്റ് ഓഫ് എൽ ഓഫ് വി സച്ച് ദാറ്റ് ടി ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു റൂട്ട് ഓഫ് ടി സ്റ്റാർ ടി. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്.